ലൂകി ഞാനിന്നോട്ടം തികച്ചോ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ഒട്ടും സമയം കളയാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയം. നാം ഏവരും അത് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മള് സഭാപ്രസംഗി 7:2 ദൈവം പറഞ്ഞത് കാണുകയുണ്ടായി. ഒരു വിരുന്ന് വീട്ടിൽ പോകുന്നതിനെക്കാട്ടിൽ വിലാപ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അതാണല്ലോ എല്ലാ മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാൻ ഇടയായി മാറും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം എല്ലാ മനുഷ്യരും മരിക്കും, ഞാനും നിങ്ങളും മരിക്കും. ആ മരണമെന്ന വിഷയം നമ്മളെ ഭരിക്കുകയും അത് വളരെ ഗൗരവമായി നമ്മുടെ മരണശേഷം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ 6 ക്ലാസ്സുകളിലൂടെ നമ്മൾ അതിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയം എടുക്കുകയാണ്. കാരണം എബ്രായർ 9:27 നമ്മൾ വായിക്കുകയുണ്ടായി, പല പ്രാവശ്യം ആവർത്തിച്ചു. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ചു നിർത്തി വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ച്. ഞാനത് ഓടിച്ചെടുക്കാൻ കാരണം, ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ വളരെ വിശുദ്ധമായി വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് വളരെ വിശുദ്ധമായി പഠിച്ചത് കൊണ്ട് ഞാനത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു. പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയായിരുന്നു. എന്നാൽ നമ്മൾ എടുക്കാത്തൊരു വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. ഏത് മനുഷ്യനും ഒരു ന്യായവിധിയെ അഭിമുഖീകരിച്ചേ സാധിക്കുകയുള്ളൂ. അതോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ വ്യക്തമായി ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ. അതായത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 11. ആ 11-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ 7-ാമത്തെ ദൂതൻ ഊതുകയാണ്. നമ്മൾ അറിയാം, അത്രയും മതി. 7-ാമത്തെ ദൂതൻ ഊതുകയാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്ക് അറിയാം, 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ആണ്. ആദ്യം 7 മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, പിന്നെ 7 കാഹളമൂതുമ്പോഴുള്ള ന്യായവിധി, പിന്നീട് 7 ക്രോധകലശം ഒടിക്കുമ്പോഴുള്ള ന്യായവിധി. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അതിൽ 7 കാഹളത്തിന്റെ ന്യായവിധി ഉണ്ട്. 7-ാമത്തെ കാഹളമൂതുമ്പോൾ അതിൽ 7 ക്രോധകലശത്തിന്റെ ന്യായവിധിയുണ്ട്. അതോടുകൂടെ ദൈവകോപം തീരുന്നതായി ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ 7-ാമത്തെ കാഹളമൂതുമ്പോൾ നമ്മൾ നോക്കണം, അടുത്തതായിട്ട് ഈ ഭൂമിയിൽ ചൊരിയാനുള്ള 7 ക്രോധകലശം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്നൊരു വാക്കാണ് ആ 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. വെളിപ്പാട് ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലം വരുന്നു. യെസ്, വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഇവിടെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യരെ ന്യായം വിധിപ്പാനുള്ള സമയം വന്നു. നിന്റെ ഭക്തന്മാരായ ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം കൊടുപ്പാനുള്ള സമയം വന്നു. നോക്കുക, മരണശേഷം ആ ന്യായവിധിയുണ്ട്, മരണശേഷം വിശുദ്ധന്മാർക്ക് പ്രതിഫലമുണ്ട്. നോക്കുക, അത് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, അത് മുന്നോട്ട് കണ്ടുകൊണ്ട് 7ാം കാഹളമൂതുമ്പോൾ സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമാണിത്. നമുക്ക് ഇനിയും കടന്നു വരാം. നാം കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ടും വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് രാത്രിയിൽ പാപികളുടെ ന്യായവിധിയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാരംഭമായി ഒരു വേദഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് കടന്നു പോകാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം എടുത്താട്ടെ. റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20. അവിടെ 5 വാക്യം ഒന്ന് വായിക്കണം. 11 തൊട്ട് 15 വരെയുള്ള വാക്യം ബൈബിൾ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം എന്തിനാ ഇത് വെളിപ്പെടുത്തിയത്? തൻ്റെ ദാസന്മാർ ഇത് കാണണം. ഞാൻ ഓർക്കുകയായിരുന്നു, ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സുവിശേഷം പറയാനുള്ള വലിയൊരു പ്രേരണയും ആവേശവും നമ്മുടെ മനസ്സിൽ തോന്നും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 11 തൊട്ട്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനെ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന്നെ അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമുക്കറിയാം ഇത് നടക്കുന്നത് 20-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ ശേഷമാണ് പാപികളുടെ ന്യായവിധി നടക്കുന്നത്. നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കണം. 1000 വർഷം ഭരണം കൂടെ കഴിഞ്ഞിട്ടാണ് ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച, അല്ലെങ്കിൽ മില്ലിനിയം. അത് കഴിഞ്ഞിട്ടാണ് ഈ പാപികളുടെ ന്യായവിധി നടക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ ആരായി ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പഠിച്ചോണ്ട് ഞാൻ എടുക്കുന്നില്ല. പിതാവ് ആരെ ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണ്. അവൻ മനുഷ്യപുത്രനാകിയാൽ മനുഷ്യരെ ന്യായം വിധിപ്പാൻ അവൻ യോഗ്യനാണ്. ന്യായവിധി അവന്റെ കരങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സിംഹാസനത്തിലും ഇരിക്കുന്ന ആരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കരുണ നിറഞ്ഞവനും കൃപ നിറഞ്ഞവനും നമ്മളോട് ആർദ്രതയും മനസ്സലിവുള്ളവനായിട്ടാണ് അവനെ എപ്പോഴും കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കണം, ഒരു ന്യായാധിപതിയായി അന്ത്യ ന്യായവിധിക്കായി ഞാൻ പറയട്ടെ, ഭയാനകമായ എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ ആത്യന്തികമായി അന്ത്യ ന്യായവിധിക്ക് വേണ്ടി പുത്രൻ സിംഹാസനത്തിലിരിക്കുകയാണ്. ഞാനിത് വായിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തു. വലിയൊരു വെള്ള സിംഹാസനം. നമുക്ക് 4-ാം അധ്യായം നോക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നോക്കിയാട്ടെ. അതിന്റെ 3-ാം വാക്യം നോക്കി. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സാദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. നോക്കുക, ഇവിടെ നമ്മൾ ഒരു കാര്യം കാണുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാണോ ഞാൻ കാണിച്ചുതരാമെന്ന് പറയുമ്പോൾ പിതാവും പുത്രനും സിംഹാസനിരിക്കുന്ന യോഹന്നാൻ കാണുന്നു. ആ സിംഹാസനത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടതെന്താന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ കണ്ടില്ലേ, ആ സിംഹാസനത്തിന് ചുറ്റിലും സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം, സിംഹാസനത്തിന്റെ ചുറ്റിലും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ പച്ചവില്ല്. ആ സിംഹാസനത്തിന് ചുറ്റിലും ഒരു വില്ലുണ്ട്, ഒരു റെയിൻബോയുണ്ട്. ഞാൻ എടുക്കാതെ പറയട്ടെ,
ഉൽപ്പത്തി പുസ്തകം 9:11 വാക്യം വായിക്കുമ്പോൾ ആകാശത്ത് ദൈവം വില്ല് വെച്ചിരിക്കുന്നു. മനുഷ്യനോടുള്ള അവന്റെ ഉടമ്പടി, മനുഷ്യനോടുള്ള അവന്റെ കരുണയുടെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഒരു പ്രദർശനമാണ്. തത്സമയത്ത് കൃപ ലഭിപ്പാൻ നമുക്കിന്ന് അവന്റെ അടുക്കലേക്ക് അടുത്തിയല്ല. അവന്റെ സിംഹാസനത്തിന് ചുറ്റിലും ജീവന്റെ പ്രതീകമായ പച്ചവില്ല്, പച്ച നിറം, ആ പച്ചവില്ലുണ്ട്. എന്നാൽ ഇവിടെ നോക്കിക്കാട്ടെ, ഈ വെളിപ്പാട് ദിവസം 20:11 നമ്മൾ എന്താ കണ്ടത്? അവിടെ ഈ പച്ചവില്ലില്ലേ, അവിടെ പച്ചവില്ലില്ലേ. എന്താ കാരണം? ദൈവം തന്റെ കോപത്തിൽ ഇടപെടുന്ന സമയമാണ്. ഭയാനകമായ ന്യായവിധിക്കായി അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുകയാണ്. ആ സിംഹാസനത്തിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ തരികയാണ്. നമ്മളത് സസൂക്ഷ്മം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലിന്റെ കൺക്ലൂഷനാണ് ഇവിടെ കാണുന്നത്. ക്ഷമിക്കണേ, ആ കൺക്ലൂഷനാണ് ഇവിടെ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണുന്നത് എന്താ? 21-ാം അധ്യായം ആരംഭിക്കുന്ന എന്താ? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുകയാണ്. പുതിയ ആകാശഭൂമിക്ക് മുമ്പ് 1000 ആണ്ട് വാഴ്ച അവസാനിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് വളരെ ശക്തമായി പാപികളോടുള്ള ബന്ധത്തിൽ, അവരോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടുന്നതിന്റെ ക്ലൈമാക്സ് ആണ് ഈ കാണുന്നത്. അത് കണ്ടപ്പോൾ എന്താ നമ്മൾ കണ്ടത്? എ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, ഏറ്റവും വലിയൊരു വെള്ള സിംഹാസനം. ആ സിംഹാസനത്തിന്റെ നിറം വെണ്മയുള്ളതാണ്. ഞാൻ 1-2 കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഒന്ന്, സമാഗമന കൂടാരം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കാൻ പറഞ്ഞു. 150 അടി നീളം, 75 അടി വീതി. അത് ഒരു മതിൽ പോലെ തിരശ്ശീലകൾ കൊണ്ട് അതിന്റെ ചുറ്റും ഒരു കോർട്ട് അല്ലെങ്കിൽ ദൈവം വേർതിരിച്ചെടുത്ത ഒരു സ്ഥലമാണ്. ആ കോർട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഒന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം. വെള്ള ലിനനാണ്. ഏതാണ്ട് 7.5 തൊട്ട് 9 അടി കിളരമുണ്ട് ആ ചുറ്റും കെട്ടിയിരിക്കുന്ന ആ മതിലിന് അല്ലെങ്കിൽ ആ വൈറ്റ് ലിനൻ. നമ്മൾ നോക്കുക, ഒരു സ്ഥലം, മരുഭൂമിയിൽ ഒരു സ്ഥലം വേർതിരിക്കുകയാണ് ദൈവത്തിന് വസിപ്പാൻ. ആ വസിക്കാൻ വേർതിരിച്ചത് ഏതാണ്ട് 150 അടി നീളവും 75 അടി വീതിയുമുള്ള ഒരു പ്രാകാരം അല്ലെങ്കിൽ ഒരു കോർട്ടാണ്. ആ കോർട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, പിരിച്ച പഞ്ഞിനൂൽ, വൈറ്റ് ലിനൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക. ഏത് മനുഷ്യനും അറിയാം, യഹൂദനറിയാം, ആ വെള്ള നിറമുള്ള ലിനൻ ഉണ്ടല്ലോ, അവിടെ ദൈവം വസിക്കുകയാണ്. അവന്റെ വിശുദ്ധിയെ അവരുടെ മുമ്പിൽ ഓർമ്മ വരുത്തും. ഏത് വശത്തുനിന്ന് പോയാലും വിശുദ്ധിയാണ് അവരുടെ കൺമുമ്പിൽ ഓർമ്മ വരുന്നത്. കാരണം ഇത് വൈറ്റ് ലിനനാണ്. എന്നാൽ അവിടെ പ്രവേശിക്കാൻ ഒറ്റ വാതിലേ ഉള്ളൂ, ഒറ്റ വാതിൽ. എത്ര രസകരമാണെന്ന് നോക്കാട്ടെ. ആ വാതില് 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. 4 തൂണുകളിൽ വലിച്ചു കെട്ടിയിരിക്കുകയാണ്, 4 നിറമുള്ള നൂലിൽ. നോക്കുക, നമ്മുടെ കർത്താവ് പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ അടുക്കൽ വരില്ല. 4 സുവിശേഷത്തിലൂടെ 4 നിറങ്ങൾ, അവന്റെ 4 ക്യാരക്ടർ, 4 സുവിശേഷന്മാർ വ്യത്യസ്ത നിലയിൽ വരച്ചു തരികയാണ്. അത് മനുഷ്യനെ ആകർഷിക്കുന്നു. ആ നിറങ്ങൾ മനുഷ്യന്റെ കണ്ണിന് ഇമ്പം കൊടുക്കുന്നതാണ്. അതിലെ ആ വിശുദ്ധനായ ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലം, ആ പ്രാകാരത്തിന്റെ ഉള്ളിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയും. ഏകവാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. ആ വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷെ അവിടെ ഒരു കാര്യം ഓർത്താട്ടെ, ആ വെള്ള നിറം വിശുദ്ധിയെ കാണിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഈ അന്ത്യ ന്യായവിധിയുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയൊരു വെള്ള സിംഹാസനം, എ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് വലിയൊരു സിംഹാസനം, വലിയൊരു സിംഹാസനം. അന്ത്യ ന്യായവിധിയിൽ ഏറ്റവും വലിയ സിംഹാസനം. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ ഒരു സുപ്രീം കോർട്ട് ഉണ്ട്, അതിന്റെ മുകളിൽ വേറെ ഒരു കോർട്ടില്ല. നോക്കുക, ഇവിടെ പ്രാദേശിക കോർട്ടുകളുണ്ട്, കേരളത്തിന്റെ ഏറ്റവും വലുത് ഹൈക്കോർട്ടുണ്ട്, അവസാനം ഇന്ത്യയുടെ പരമാധികാരമുള്ള ഒരു കോർട്ടുണ്ട്, അതാണ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനലാണ്. ഞാൻ പറയട്ടെ, മനുഷ്യനോടുള്ള ദൈവ ഇടപെടലിന്റെ
ആ ന്യായവിധിയുടെ ഏറ്റവും വലിയ ആ സ്ഥലമാണ് ഈ വെള്ള സിംഹാസനം. ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരു അപ്പീലിനോ ഒരു കോർട്ട് ഒന്നുമില്ല. അതിന്റെ മജസ്റ്റി, അതിന്റെ ഗൗരവം, അതിന്റെ വലിപ്പം കാണിക്കുകയാണ് ആ വെള്ള സിംഹാസനം. വലിയ സിംഹാസനം, ആ വലിപ്പം അതിന്റെ മഹത്വം കാണിക്കുകയാണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഓർത്തു. മൂന്നാമത് നമ്മൾ ഓർത്തു, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്, പിതാവ് ആരെയും ന്യായവിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുക. എന്നാൽ ഇവിടെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അവിടെ കണ്ടു, ആ 11-ാം വാക്യത്തിൽ ആകാശവും ഭൂമിയും അവന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. ഞാൻ ആ വാക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചു. വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ മാറില്ല. മത്തായി 24:35 ആവർത്തിച്ച് പറയുന്നുണ്ട്. 102 സങ്കീർത്തനം 25 വാക്യം, അവ നശിക്കും, നീയോ നിലനിൽക്കും. യെശയ്യാവ് 51:6 ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകിപ്പോകും. ദൈവത്തിന്റെ ആ ക്രോധ ദിവസമുണ്ടല്ലോ, പാപികളെ ന്യായവിധിക്കുന്ന ദിവസമുണ്ടല്ലോ, ആകാശവും ഭൂമിയും അവന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ഇവിടെ വായിക്കുന്നത് ആകാശവും ഭൂമിയും അവന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയെന്നുള്ള വാക്ക്, അത് ഗ്രീക്ക് ഭാഷയിൽ ഫ്യൂഗോ എന്ന വാക്കാണ്. ഫ്യൂഗോ, ആ വാക്കിന്റെ ആശയങ്ങൾ പല വിധത്തിൽ ദൈവദാസന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാക്ക് എനിക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചു. ഫ്യൂഗോ എന്ന വാക്കിന്റെ അർത്ഥം പിറകോട്ട് വലിഞ്ഞു നിൽക്കുകയാണ്, പേടിച്ചു മാറി നിൽക്കുകയാണ്. അവര് ഭയന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന്, ഈ ന്യായവിധിയുടെ സ്ഥലത്ത് നിന്ന് മാറി പേടിച്ചു നിൽക്കുകയാണ്. അതായിരിക്കണം കൂടുതൽ ശരി. കാരണം നമ്മൾ അല്പം കൂടെ കഴിഞ്ഞ് കാണും, തന്റെ ജനത്തെ ന്യായം വിധിപ്പാൻ മേലിൽ നിന്ന് ആകാശത്തെയും കീഴെ ഭൂമിയെയും സാക്ഷികളായി ദൈവം വിളിക്കുന്നുണ്ട്. ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. എന്നാൽ ഒരു കാര്യമെന്ന് ഞാനിവിടെ ഓർപ്പിച്ചോട്ടെ, യു ആൻഡ് ഗോഡ് വിൽ ബി അലോൺ. ഇന്ന് രക്ഷിക്കപ്പെടാതെ ഒരു വ്യക്തിയെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് ഏതെങ്കിലും ഒരു പാപിയുടെ കരത്തിൽ കിട്ടുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, there will be one day, ന്യായം വിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് നീ ആശ്രയിക്കുന്നതെല്ലാം മാറ്റപ്പെടും. കാരണം ആകാശഭൂമി മാറി. ഇവിടെ ഒരുപക്ഷെ നിന്റെ പള്ളി കാണും, ഇവിടെ നിന്റെ പട്ടക്കാർ കാണും, നിന്റെ പാസ്റ്റേഴ്സ് കാണും, ഇവിടെ നിനക്ക് ആശ്രയിക്കാൻ പലതും കാണും, നിന്റെ പണം കാണും, സ്വാധീനത കാണും, നിന്റെ രാഷ്ട്രീയക്കാർ കാണും, നിന്റെ സ്നേഹിതർ കാണും, നിന്റെ കുടുംബക്കാർ കാണും. എന്നാൽ ആ അന്ത്യ ന്യായവിധി സമയത്ത് നീ ആശ്രയിച്ച ആകാശവും ഭൂമിയും മാറിപ്പോകും, ഭയന്ന് മാറി നിൽക്കും. നീ ഓർക്കണം, നീയും ദൈവവും മാത്രം നിൽക്കുന്ന ഒരു സ്ഥലം. You and God will be alone, and you are giving your account to God. God alone that day, and you will be alone, standing there to give the account of your life. നിന്റെ ജീവിതത്തിന്റെ കണക്കുകളെ കൊടുക്കാൻ നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ നോക്കുക. ആ സിംഹാസനത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾ തലകുനിക്കും. കാരണം വെള്ള നിറമുള്ള, ഉയർന്നിരിക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന, ഒന്നും ആശ്രയിക്കാൻ, ഒന്നും കടന്നു പിടിക്കാനില്ല ആകാശഭൂമികൾ മാറിപ്പോയ സമയം. നമ്മൾ ഓർത്തതുപോലെ അവ പേടിച്ച് മാറി നിൽക്കുകയാണ്. ഫ്യൂഗോ പുറകോട്ട് വലിഞ്ഞു നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏത് കോടതിയിൽ ചെന്നാലും ന്യായാധിപൻ അവൻ കണ്ടിട്ടല്ല ന്യായവിധി നടത്തുന്നത്. സാക്ഷികൾ പറയുന്നത് അനുസരിച്ചാണ് അവൻ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഇൻ എവറി കോർട്ട് there is a witness. ഇവിടെ ദൈവത്തിനൊരു വിറ്റ്നസ് ആവശ്യമില്ല. ദൈവത്തിനെല്ലാം അറിയാം, ഹൃദയ വിചാരങ്ങളെ അറിയാം. പക്ഷെ എന്തിനാണ് ഇവിടെ വിറ്റ്നസ്? ദൈവം നിന്നെ ന്യായം വിധിക്കുമ്പോൾ നിന്നെ വിധിക്കുന്ന ന്യായവിധി നീതിയുള്ളതാണെന്ന് നിനക്ക് ബോധ്യമാക്കിയിട്ടേ അങ്ങോട്ട് വിടുകയുള്ളൂ. ആ കാര്യം എന്നോർത്താട്ടെ. അങ്ങനെയാണെങ്കിൽ നിന്നെ ന്യായം വിധിക്കാൻ ദൈവം ആരെയൊക്കെയാ വിളിക്കുന്നതെന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം സാക്ഷികളെ. 50-ാം സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. 50-ാമത്തെ സങ്കീർത്തനം വചനം വളരെ വ്യക്തമായി
നമ്മളെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന്റെ ഗൗരവം കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ഓർപ്പിച്ചോട്ടെ. 50-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം ഒന്ന് നോക്കിക്കോട്ടെ. 16-ാം വാക്യം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം? 21-ഉം 22-ഉം വാക്യം ഒന്ന് വായിക്കണേ. ആ ഭാഗം ഒന്ന് ഇവ ശ്രദ്ധിക്കണേ. നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുൻപിൽ അവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാനാകുകയുമില്ല. ദൈവം തന്നെ ന്യായവിധിയെ കുറിച്ച് പറയുകയാണ്. അത് പറയുമ്പോൾ 4-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. 4-ാം വാക്യം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ന്യായവിധി നടക്കുമ്പോൾ ജനത്തെ ന്യായം വിധിക്കാൻ ദൈവം എന്താ പറയുന്നത്? മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും അവൻ വിളിക്കും. ഞാനത് ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് വിശദീകരിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം ഒന്ന് എടുത്താട്ടെ. 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് നോക്കട്ടെ. 2:11. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. മതി. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കും, മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയും. മരങ്ങൾ ഉത്തരം പറയുമോ? കല്ലുകൾ ഉത്തരം പറയുമോ? ഇവിടെ എന്താ പറയുന്നത്? ദൈവം മനുഷ്യനെ ന്യായം വിധിക്കാൻ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും വിളിക്കും. ആ ചുവരിൽ നിന്ന് കല്ലുകളും മരങ്ങളും അവൻ വിളിക്കുമ്പോൾ ഉത്തരം കൊടുക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുകിൽ മനുഷ്യൻ മുറിക്കുള്ളിൽ പാപം ചെയ്തു, അല്ലെ അവൻ മുറിക്ക് പുറത്ത് പാപം ചെയ്തു. നീ മുറിക്കുള്ളിൽ കതകടച്ചിട്ട് ഇതാണ് ന്യായം വിധിച്ചതെങ്കിൽ ഒരു കാര്യം മറക്കാതെ ഓർക്കണം, ആ കതകുകൾ, ആ തുലാം, ആ കല്ലുകളൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവം ന്യായം വിധിക്കുമ്പോൾ അവയെ വിളിക്കുമ്പോൾ അത് ഉത്തരം പറയുമെന്ന്. ആലോചിച്ച് നോക്കിക്കേ, അത് ഉത്തരം പറയുമെന്ന്. മേലിൽ നിന്ന് ആകാശത്തെ വിളിക്കും, താഴെ നിന്ന് ഭൂമിയെ വിളിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നീ എങ്ങനെ രക്ഷപ്പെട്ടു പോകും? ഞാൻ വായിക്കാതെ പറയട്ടെ. മർക്കോസ് 6:11 കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളൊരു പട്ടണത്തിൽ പോകുമ്പോൾ, ഒരു ഗ്രാമത്തിൽ പോകുമ്പോൾ നിങ്ങളെ സ്വീകരിക്കത്തില്ലെങ്കിൽ കാലിന്റെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി തെറ്റിക്കളയണം, എന്നിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ആ പൊടി എന്ന് സാക്ഷി പറയും. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് രസകരമായി തോന്നിയ ഒരു ഭാഗം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 26-27 വാക്യം നോക്കാം. ജോഷുവയുടെ പുസ്തകം ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴെ നാട്ടിയും വെച്ച് യോശുവ സകല ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ സഹോദരന്മാരെ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ജോഷുവ ന്യായപ്രമാണം എഴുതിയ ഗ്രന്ഥം എടുത്ത് ഇസ്രായേൽ ജനത്തെ അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് കരുവേലകത്തിന്റെ കീഴിൽ നാട്ടിയിട്ടാണ് അദ്ദേഹം വായിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. ജോഷുവ വായിച്ച വചനങ്ങൾ ആരാ കേട്ടെന്ന ഇവിടെ നോക്കിയാട്ടെ. ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ച വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ഈ കല്ല് കേട്ടെന്ന്. കല്ലിന് കേൾക്കാൻ കഴിയുമോ? അവയെ സൃഷ്ടിച്ച ദൈവം ഹബക്കൂക്കിൽ പറഞ്ഞ പോലെ ദൈവം വിളിക്കുമ്പോൾ അത് ഉത്തരം പറയും. ദൈവം തന്നെ ജനത്തെ ന്യായം വിധിക്കാൻ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും വിളിക്കും. ആര് രക്ഷപ്പെടും? മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം.
മാത്രമല്ല, ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. ആകാശവും ഭൂമിയും ഓടിപ്പോയി. നമ്മൾ വെളിപ്പാട് പുസ്തകം 20:11 വാക്യത്തിൽ അതാ വായിച്ചത്. ആകാശവും ഭൂമിയും ഓടിപ്പോയി. ഹ്യൂഗോ മാറി നിൽക്കുകയാണ് പേടിച്ച്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ മറക്കാതെ പറഞ്ഞോട്ടെ. ഒരു പാപിയെ ന്യായം വിധിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ആകാശവും ഭൂമിയും ഇല്ല, പിന്നെ എവിടായി സിംഹാസനം വെച്ചിരിക്കുന്നത്? എവിടെയാണ് ഈ ജനങ്ങൾ നിൽക്കുന്നത്? ഞാനത് പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്റെ മനോമുകുരത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും എന്റെ വിഷ്വലൈസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കോർമ്മയില്ലേ? ജീവങ്കിലേക്ക് കടക്കുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലവുമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഏത് കാലഘട്ടം എടുത്താലും മനുഷ്യ ചരിത്രം നോക്കിയാൽ എന്നും ആ നാശത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്നവർ വളരെ അധികമാണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. കർത്താവ് പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം മനുഷ്യര് കാണും ഈ വെള്ളസിംഹാസനത്തിന് മുന്നിൽ? എന്തുമാത്രം മനുഷ്യര് കാണും? മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി ദുഷ്ടന്മാരുടെ എണ്ണം വളരെ വലുതാണ്. രക്ഷിക്കപ്പെടാത്തവർ ആ വിശാലമായ വഴിയിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ എണ്ണം വലുതാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോള് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ 1000 ആണ്ട് വാഴ്ച അവസാനിക്കുന്നത് വരെ, പുതിയ ഭൂമിയും പുതിയ ആകാശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ സകല ദുഷ്ടന്മാരും എഴുന്നേറ്റ് വന്നിരിക്കുക. എന്തുമാത്രം ജനം കാണും? എന്തുമാത്രം ജനം കാണും? ഞാനിങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അവരെ എല്ലാം കൂടി ഈ ഭൂമിയിൽ നിർത്താൻ ഒരുപക്ഷെ ഭൂമിയിൽ സ്ഥലം കാണത്തില്ല. എവിടാ പിന്നെ ഇവരെ നിർത്തുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ സഹോദരന്മാരെ, എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം എവിടെയോ നിർത്തിയിരിക്കുന്നത് യോഹന്നാൻ കണ്ടു. ആകാശമില്ല, ഭൂമിയുമില്ല, ഇത് രണ്ടും മാറിപ്പോയി. ദുഷ്ടന്മാരാ വെള്ളസിംഹാസനത്തിന് മുന്നിൽ, ഉയർന്നിരിക്കുന്ന വെള്ളസിംഹാസനത്തിന് മുന്നിൽ ആബാലവൃദ്ധം വലിയൊരു സമൂഹം നിൽക്കുന്ന കാഴ്ച മനോമുകുരത്തിൽ ഒന്ന് ഓർത്തു നോക്കുക. നമ്മൾ ഓർത്തതുപോലെ അവരും അവരുടെ ദൈവവും മാത്രം. അവരാശ്രയിച്ചതെല്ലാം മാറിപ്പോയി, ഒന്നുമില്ല. അവരുടെ കണക്കുകളെ അവനോട് പറയുവാൻ അവർ നിൽക്കുകയാണ്. 12ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ മരിച്ച ആബാലവൃദ്ധം എന്ന് കാണുന്നു. എന്ന് പറഞ്ഞാൽ ഇത് രക്ഷിക്കപ്പെടാത്തവരാ. അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. പുനരുത്ഥാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് 1ാം പുനരുത്ഥാനം നടന്നിരിക്കും. നമ്മള് 20ാം അധ്യായത്തിന്റെ 5ാം വാക്യം നോക്കിയാട്ടെ. വെളിപാട് 20ന്റെ 5ാമത്തെ വാക്യം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1ാമത്തെ പുനരുത്ഥാനം. അടുത്ത വാക്യം കൂടെ. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. നോക്കുക, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. എന്നാൽ ഈ 1000 ആണ്ടിന് മുമ്പ് പുനരുത്ഥാനം പ്രാപിച്ചവർ ആരാ? അവര് ഭാഗ്യവാന്മാരാണ്, അവര് വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരുടെ ന്യായവിധി 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് നടന്നിരിക്കും. അത് 1ാം പുനരുത്ഥാനമാണ്. എന്നാൽ മരിച്ചവരിൽ ശേഷമുള്ളവർ അവര് 1000 ആണ്ട് കഴിഞ്ഞ് പുനരുത്ഥാനം പ്രാപിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടു 12ാം വാക്യത്തിൽ മരിച്ച ആബാലവൃദ്ധം ഇപ്പോൾ നിൽക്കുകയാണ്, സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ നിൽക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയാണ്. അവർക്ക് പുനരുത്ഥാനം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അത് കാണാൻ പോവുകയാണ്. എന്നാൽ ഇവിടെ വളരെ ഗൗരവമായി ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കണ്ടോ, ഇവിടെ അതിന്റെ 12ാം വാക്യത്തിന്റെ വാക്യം എന്താ? പുസ്തകങ്ങൾ തുറന്നു. എന്തിനാ ന്യായവിധി കിടക്കുമ്പോൾ പുസ്തകം തുറക്കുന്നേ? പുസ്തകങ്ങൾ എന്നുള്ളത് ബഹുവചനമാണ്. ഒന്നിലധികം പുസ്തകങ്ങൾ അന്ന് തുറക്കപ്പെടും. 2, പുസ്തകങ്ങളിൽ എഴുതിയതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക സിസ്റ്ററെ, ദാനിയേലിന്റെ പുസ്തകം 7ാം അധ്യായം എടുത്താട്ടെ. ഈ ന്യായവിധി ദാനിയേൽ കാണുന്നുണ്ട്. ദാനിയേൽ കാണുമ്പോൾ ദൈവം കാണിച്ചു കൊടുത്തു ഈ സംഭവം.
ദാനിയേല് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയാട്ടെ. ദാനിയേല് രേഖപ്പെടുത്തി 7-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വായിക്കാമെങ്കിൽ വായിക്കുക. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു. മതി. ന്യായവിസ്താര സഭയിരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഈ അന്ത്യ ന്യായവിധിയിൽ വെളിപ്പാട് 20:12 യോഹന്നാൻ പറയുന്നത് എന്താ? പുസ്തകങ്ങൾ തുറന്നു. ദാനിയേലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ന്യായവിധി സമയം പുസ്തകങ്ങൾ തുറന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സ്വർഗത്തിൽ അനേക പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ പലതും സ്വർഗത്തിലുണ്ട്. ചിലതിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ പഠനത്തിലേക്ക് പോകുന്നില്ലെങ്കിലും ഞാൻ ഓടിച്ചു പറഞ്ഞു വിടാം. മലാഖിയുടെ പുസ്തകം 3:16, ബുക്ക് ഓഫ് റിമംബറൻസ്, ഓർമ്മയുടെ പുസ്തകം. ദൈവത്തിന് മറവിയുണ്ടായിട്ടല്ല, എന്നാൽ ദൈവത്തെ മറന്നുപോയ ആ തലമുറയിൽ ദൈവത്തെ ഓർക്കുകയും ദൈവത്തെ കുറിച്ച് സംസാരിക്കുകയും ഭക്തന്മാരായി ജീവിക്കുകയും ചെയ്തവരുടെ ഓർമ്മയ്ക്കായി അവന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചു. 2 പുറപ്പാട് 32:32 മോശ പറയുന്നുണ്ട്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്റെ പേര് മായ്ക്കണം. ബുക്ക് ഓഫ് ലൈഫ്. സങ്കീർത്തനം അതോട് ചേർത്ത് 69:28 വായിച്ചു നോക്കുക. എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ മായ്ക്കും. ഇസ്രായേൽ മക്കൾ 40 വർഷം കൊണ്ട് ആ പാപം ചെയ്ത സകലരും മരിച്ചുപോയി. ബുക്ക് ഓഫ് ലൈഫ്. അടുത്തത് ഞാനെന്ന് പറഞ്ഞോട്ടെ, 3-മതൊരു പുസ്തകമുണ്ട്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കമുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വെളിപ്പാട് പുസ്തകം 20 നമ്മൾ വീണ്ടും വായിക്കുന്ന 20:15 നോക്കിയാട്ടെ. വെളിപ്പാട് പുസ്തകം 20:15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. യെസ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, അവിടെ ബുക്ക് ഓഫ് ദ ലിവിങ്, ബുക്ക് ഓഫ് ലൈഫ്. മോശം അയച്ചുകൾ എന്ന് പറഞ്ഞ ബുക്ക് ഓഫ് ലിവിങ്. ജീവിച്ചിരിക്കുന്നവരുടെ പേര് എന്നെ അങ്ങ് കൊന്നേക്കാനാ പറഞ്ഞു. എന്നാൽ ഇവിടെ വായിക്കുന്നു കുഞ്ഞാടിന്റെ ജീവപുസ്തകം. 21:27 വായിക്കുന്നുണ്ട് കുഞ്ഞാടിന്റെ ജീവപുസ്തകം. ഞാൻ വിശ്വസിക്കുന്നു രക്ഷിക്കപ്പെട്ടവരുടെ എല്ലാം പേര് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ സന്തോഷിപ്പിക്കും. ഏതായാലും ഇവിടത്തെ ഞാൻ സ്വർഗത്തിൽ പല പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഓർമ്മയുടെ പുസ്തകമുണ്ട്, ജീവിച്ചിരിക്കുന്നവരുടെ പേര് എഴുതിയ പുസ്തകമുണ്ട്, രക്ഷിക്കപ്പെട്ടവരുടെ പേര് എഴുതിയ ജീവപുസ്തകമുണ്ട്. കുഞ്ഞാടിന്റെ പുസ്തകം, പിന്നെ ആ കുഞ്ഞാടിന്റെ പുസ്തകം അത് രണ്ടും ഒന്നാണ്. എന്നാൽ പിന്നെ നമ്മള് വെളിപ്പാട് സൂര്യത്തിൽ വായിച്ചത് പുസ്തകങ്ങളിൽ എഴുതിയിരുന്നൊത്തോളം മരിച്ചവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി. അപ്പൊ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയൊരു പുസ്തകമുണ്ട്, ബുക്ക് ഓഫ് വർക്ക്സ്. ഞാൻ ചോദിച്ചോട്ടെ, ഇതെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഇത്രയും മനുഷ്യർ ലോകത്തിലില്ലേ? ഇവരുടെ ജീവിതത്തെ കുറിച്ചുള്ളതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പലരുടെയും ബയോഗ്രഫി ഉണ്ട്, പലരുടെയും ജീവചരിത്രം എഴുതിയ പുസ്തകങ്ങളുണ്ട്. ചിലർക്ക് ബയോഗ്രഫി വായിക്കാൻ വലിയ ഇഷ്ടമാണ്. ചിലര് മിഷണറീസിന്റെ ബയോഗ്രഫി വായിക്കും, ചിലര് പൊളിറ്റീഷ്യന്റെ. നിങ്ങൾക്കറിയാം, അങ്ങനെ ബയോഗ്രഫി വലിയ ആളുകളുടെ ആ ബയോഗ്രഫി എഴുതും. പക്ഷെ സ്വർഗം എഴുതിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യന്റെയും ബയോഗ്രഫിയാണ്. എന്താ കാരണമെന്നറിയാമോ? ഓരോ ജീവിതവും ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ വില, പ്രിയപ്പെട്ടവരെ, തെരുവിൽ ഉറങ്ങുന്ന ഭിക്ഷക്കാരനുണ്ടല്ലോ, ആ ഭിക്ഷക്കാരന്റെ ജീവിതത്തിനും സർവ്വലോകത്തെക്കാട്ടിൽ വിലയാണ്. അവന്റെ ജീവിതത്തെ ദൈവം ശ്രദ്ധിക്കുകയാണ്. ആരോ ഒരു മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ പറഞ്ഞ പോലെ, ഗോഡ് ഈസ് വാച്ചിങ് എവറി പേഴ്സൺ ആസ് ഇഫ് ഹി ഹാസ് നോ വൺ ടു വാച്ച്. മറ്റാരെ ശ്രദ്ധിക്കാനില്ലാത്ത പോലെ നിന്നെ മാത്രം ശ്രദ്ധിക്കുന്നു ദൈവം. ദൈവദൂതന്മാർ നിന്റെ പ്രവൃത്തികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ,
മനുഷ്യനൊരു മോറൽ ബീയിങ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, ഇയ്യോബിന്റെ പുസ്തകം 32:8, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിലുണ്ട്, ജീവശ്വാസം, അവന് വിവേകം നൽകുകയാണ്. സദൃശവാക്യം 20:27, യഹോവയുടെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലെ യഹോവയുടെ ദീപമാണ്, അവന് വിവേകം കൊടുക്കുന്നതാണ്. നിനക്ക് മൃഗം പോലെ ജീവിപ്പാൻ സാധ്യമല്ല. നീ പാപം ചെയ്യുമ്പോൾ, നീ ആ ചെയ്യുന്ന തെറ്റാണെന്ന് നിന്റെ മനസാക്ഷി നിന്നെ ഓർപ്പിക്കും. നിന്റെ ഉള്ളിലെ ആത്മാവ് നിന്നോട് പറയും, നീ അതിനെ മറികടന്ന് പോവുകയാണ്. പക്ഷെ അത് ദൈവം നോട്ട് ചെയ്യുന്നുണ്ട്. ദൈവം അത് നോട്ട് ചെയ്യുന്നുണ്ട്. യാഗങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധേയമായ യാഗങ്ങൾ, സൗരഭ്യവാസന എന്ന് പറയാത്ത 2 യാഗമുണ്ട്. 5 യാഗങ്ങളാണ്. ആദ്യത്തേത് ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം. ഇത് 3ഉം സൗരഭ്യപൂർണമാണ്. എന്നാൽ സൗരഭ്യമാണെന്ന് പറയാത്ത 2 യാഗമുണ്ട്. അവസാനം പറഞ്ഞ 2 യാഗം പാപയാഗവും അകൃത്യയാഗവും, സിൻ ഓഫറിംഗ് ആൻഡ് ട്രസ്പാസ് ഓഫറിംഗ്. ആ യാഗത്തെ കുറിച്ച് പഠിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാ ഈ വ്യത്യാസം? സിൻ ഓഫറിംഗ് ആൻഡ് ട്രസ്പാസ് ഓഫറിംഗ്, പാപയാഗവും അകൃത്യയാഗവും. അകൃത്യയാഗം നിങ്ങൾക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ ചില നോട്ടീസ്, ബിൽ ബോർഡ് കണ്ടിട്ടുണ്ട്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിക്രമിച്ച് കിടക്കുന്നവരെ അറസ്റ്റ് ചെയ്യും. എന്താ കാരണം? ഫോർബിഡൻ, അങ്ങോട്ട് കയറരുത്. അറിഞ്ഞിട്ടും കടക്കുന്നതാണ് ട്രസ്പാസ്. യെസ് ബ്രദേഴ്സ്, അറിഞ്ഞിട്ടും കടക്കുന്നതാണ് ട്രസ്പാസ്. You knew it was a sin, you knew it is wrong, yet you are doing it. It is known as trespass. Sin offering, അത് പഠിക്കുമ്പോൾ അറിയാം, അബദ്ധവശാൽ ചെയ്തു പോയി because of your sin nature. പാപത്തിന്റെ പ്രകൃതി നിനക്കുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവം തന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഒരു വിശുദ്ധനായി ജീവിപ്പാൻ കടംപെട്ടവനാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ സ്വർഗത്തിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും അന്ത്യന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ, ആ ന്യായവിധിയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു. ഞാൻ ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കി, മനുഷ്യന്റെ സെല്ലുകളെല്ലാം, ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളും 6-7 വർഷം കൂടുമ്പോൾ അത് പുതുതായി വരും, ന്യൂ സെൽസ് വരും. എന്നാൽ മനുഷ്യന്റെ ഒരു പാർട്ടിലുള്ള സെല്ലുകൾ മാത്രം റിന്യൂ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ എവിടെയാണെന്ന്? ബ്രെയിനിലുള്ള സെല്ലുകൾ. ബ്രെയിനിലുള്ള സെല്ലെല്ലാം കൂടെ പുതുതായ പഴയതെല്ലാം മറന്നു പോകും നമ്മൾ. ബ്രെയിനിലെ സെല്ലുകൾ പുതുതാകുന്നില്ല. അതുകൊണ്ടാണ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നവർ നിങ്ങളുടെ ബാല്യകാലത്തിൽ, നിങ്ങൾ 5 വയസ്സുള്ളപ്പോൾ, 6 വയസ്സുള്ളപ്പോൾ, 10 വയസ്സുള്ളപ്പോൾ, സ്കൂളിൽ പോയപ്പോൾ ചെയ്ത കാര്യങ്ങൾ വരെ നിങ്ങളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിക്കും. ആ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ ബ്രെയിനിന്റെ ആ പാർട്ട് ട്രിഗർ ചെയ്ത് നിങ്ങളെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവരും. കാരണം എന്നാ? അതവിടെ റെക്കോർഡ് ചെയ്ത് കിടക്കുക. അപ്പൊ ഒരു കാര്യം മനുഷ്യൻ എന്ന നിലയിൽ മറക്കരുത്, ദൈവം ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നെന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ബ്രെയിൻ മോളിക്യൂളിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. യു കനോട്ട് ഇറേസ് ഇറ്റ്. അതിനെ മായ്ച്ചു കളയാൻ നിവൃത്തിയില്ല. ഇറ്റ്സ് ഓൾറെഡി റെക്കോർഡഡ് ഇൻ ദ ബ്രെയിൻ മോളിക്യൂൾസ്. മനുഷ്യൻ എത്ര സീരിയസ് ലൈഫിന്റെ ഉടമയാണ്. പാപമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ പാപത്തിന്റെ വളരെ വ്യക്തമായി വചനത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ പാപം അതിന്റെ ഫലം നിങ്ങൾ കണ്ടെത്തും. സംഖ്യാപുസ്തകം 32:23 വായിക്കുന്നു, ബി ഷുവർ. അങ്ങനെയാ വായിക്കുന്നത് ഇംഗ്ലീഷിൽ. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. യു വിൽ നോട്ട് എസ്കേപ്പ്. യു വിൽ നോട്ട് എസ്കേപ്പ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. നമ്മൾ സമാപ്രസംഗി 12-ാം അധ്യായത്തിൽ വായിച്ചു. അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്
മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സകല രഹസ്യങ്ങളും നല്ലതും തീയതുമായതൊക്കെ ന്യായവിസ്താരത്തിൽ വരുത്തും. അങ്ങനെയല്ലേ സിസ്റ്ററെ? സഭാപ്രസംഗി 12:14 ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. നോക്കുക, ദൈവം നല്ലതും തീയതും സകല രഹസ്യങ്ങളും ന്യായവിസ്താരത്തിൽ വരുത്തും. ഭയങ്കരമല്ലേ? റോമലേഖനം 2:14 പൗലോസ് പറയുന്നുണ്ട്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം, എന്റെ സുവിശേഷ മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ. വേണേ ഒന്ന് വായിച്ചു അത്, റോമർ 2:14. അവിടെ പൗലോസ് പറയുന്നത് നോക്കിയാട്ടെ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. 2:14 വായിച്ചത്? അവിടെ വായിക്കുന്നുണ്ടല്ലോ. യെസ്, അതാ വായിച്ചേ. റോമലേഖനം നമുക്ക് ഒരു നിമിഷം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം, ഞാനൊന്ന് നോക്കിക്കോട്ടെ. റോമലേഖനം 2-ാം അധ്യായത്തിന്റെ ക്ഷമിക്കണേ, 16-ാമത്തെ വാക്യം, മലയാളത്തിൽ 16-ാമത്തെ വാക്യം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. യെസ്, സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 14 നമ്മൾ വായിച്ചു. സകല രഹസ്യങ്ങളും നല്ല പ്രവൃത്തിയും ആകാത്ത പ്രവൃത്തികളെ ന്യായവിസ്താരത്തിൽ വരുത്തും. ഇവിടെ പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം. ഇത് ഗൗരവപൂർണമായ ഒരു കാര്യമാണ്, ഗൗരവപൂർണമായ ഒരു കാര്യമാണ്. നോക്കുക, ഇവിടെ ഈ പുസ്തകങ്ങൾ തുറക്കും, ആർക്കും രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. കാരണം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും നിങ്ങൾ ഒരുപക്ഷെ മറന്നുപോയേക്കാം. വിശ്വാസികൾക്ക് ന്യായവിധിയില്ല ഈ വിധത്തിൽ. നമുക്ക് ആ ഭാഗം സമയമുണ്ടെങ്കിൽ ചിന്തിക്കാം. നമ്മുടെ പാപങ്ങൾ ഇനി ഓർക്കത്തില്ലെന്ന് പറഞ്ഞു. ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് നോ മോർ. അവന്റെ പുത്രന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിച്ചു. നാം അവന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിഷ്കളങ്കരായി നിർത്തുകയാണ്. അത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ ഒരു കർത്താവിൽ ആശ്രയിക്കാത്ത ഒരു പാപിയുടെ ഗതിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവന്റെ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുക. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർത്താട്ടെ, ഇവിടെ വളരെ ഗൗരവമായി ഞാൻ ഓർത്തതാണ്, ഇവൻ നരകത്തിൽ പോകുന്നതിന്റെ കാരണം. 2 പുസ്തകമുണ്ട് നമ്മൾ കണ്ടു. പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ പുസ്തകം, അതിന്റെ 15-ാം വാക്യം നോക്കിയാട്ടെ. 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. യെസ്, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും. ക്ഷമിക്കണേ, വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അവൻ നരകത്തിൽ പോകുന്നതിന്റെ കാരണം എന്നാ? അവന്റെ പേര് ജീവപുസ്തകത്തിലില്ല. ഇനിയും ഇത് രണ്ടും കൂടെ ഒന്ന് തുലനം ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ നോക്കിയേ, ലോകത്തിൽ ധാർമ്മിക ജീവിതം നയിക്കുന്നവരുണ്ട്. ധാർമ്മിക ജീവിതം ഒരിറച്ചി പോലും കൂട്ടത്തില്ല, ഒരു മനുഷ്യനെയും ഉപദ്രവിക്കത്തില്ല, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കത്തില്ല, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. ധാർമ്മിക ജീവിതം, മോറലിസ്റ്റുകളുണ്ട്. അതേസമയം തന്നെ വളരെ പാപം ചെയ്ത് ദുഷ്ടനായി ജീവിക്കുന്നവരുണ്ട്. ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ന്യായം വിധിക്കുന്നത് ശരിയാണോ? ഒരേ തട്ടിൽ ന്യായം വിധിക്കുന്നത് ശരിയാണോ? അല്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നരകത്തിൽ ശിക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഇനിയുള്ളത് ശ്രദ്ധിക്കുക, നരകത്തിൽ ശിക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഞാനൊരു പുതിയ പഠിപ്പീര് കൊണ്ടുവരികയല്ല, വളരെ വ്യക്തമായി നോക്കുക. വിശുദ്ധന്മാർക്ക് പ്രതിഫലത്തിൽ വ്യത്യാസമുള്ളതുപോലെ പാപികൾക്ക് ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. നരകത്തിലെ ശിക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഈ മോറലിസ്റ്റുകളും വളരെ മോശമായി ജീവിച്ച ക്രിമിനൽസും ഇവര് രണ്ടുപേരും നരകത്തിൽ പോകുന്നതിന്റെ കാരണം അവര് പാപം ചെയ്തുകൊണ്ടല്ല, അവരുടെ പേര് ജീവപുസ്തകത്തിലില്ല, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലില്ല. രക്ഷിക്കപ്പെട്ടവർ, കുഞ്ഞാടിനോട് ബന്ധമുള്ളവരുടെ പേരുകളാണ് അവന്റെ പുസ്തകത്തിലുള്ളത്. നീ രക്ഷിക്കപ്പെട്ടോ, നിന്റെ പേര് കുഞ്ഞാടിന്റെ പുസ്തകത്തിലുണ്ട്. നീ രക്ഷിക്കപ്പെട്ടില്ലയോ, നിന്റെ പേരവിടെയില്ല. നീ നരകത്തിൽ പോകുന്നതിന്റെ കാരണം നീ പാപം ചെയ്തുകൊണ്ടല്ല. പാപം ദൈവത്തിന് ക്ഷമിച്ചു തരാൻ കഴിയും, അവന്റെ പുത്രന്റെ രക്തം അത് മായ്ച്ചു തരാൻ കഴിയും. എന്നാൽ നീ അത് വിശ്വസിച്ചില്ല, നീ അത് അംഗീകരിച്ചില്ല, ജീവപുസ്തകത്തിൽ നിന്റെ പേരില്ല. പക്ഷേ ഈ ധാർമ്മിക ജീവിതം നയിച്ച മോറലിസ്റ്റും നീ ദുഷ്ടനായി ജീവിച്ച നിന്നെ നരകത്തിൽ എറിയുമ്പോൾ
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ശിക്ഷയല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ശിക്ഷയല്ല. കാരണം എന്നാ? ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്, ന്യായമായി വിധിക്കുന്നവനാണ്. റോമലേഖനം 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യം ഒന്ന് വായിച്ചത് സിസ്റ്ററെ. ദുഷ്ടത കൂടുതൽ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തന് പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. ആ വാക്ക് കണ്ടോ? ക്ഷമിക്കണേ. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. സുവിശേഷം കേട്ടു, പിന്നെയും മനസ്സ് കഠിനപ്പെടുത്തുകയാണ്. ദൈവദാസന്മാർ നിന്നോട് പറഞ്ഞു, പിന്നെ നീ ഹൃദയം കഠിനപ്പെടുത്തുകയാണ്. നിന്റെ മനസ്സിങ്ങനെ കഠിനപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? യു ആർ അക്യുമുലേറ്റിംഗ് മോർ ആൻഡ് മോർ ജഡ്ജ്മെന്റ്. നീ ഛർദിച്ചു വെക്കുകയാണ്, നീ എല്ലാം കൂടെ കൂട്ടി വെക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും? അന്ത്യന്യായവിധിയിൽ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ അവിടെ വായിച്ചത് ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, ഇവിടെ വായിച്ചത് പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം. ദൈവം അല്ലെങ്കിൽ എന്തിനാ ഇത് എഴുതി വെക്കുന്നത്? ഓക്കെ, ഇത് വായിക്കുമ്പോൾ വേറെ ഒരു ചിന്ത വരുന്നു. അങ്ങനെയൊക്കെ സ്വർഗത്തിൽ എഴുതി വെക്കുന്നു. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത വന്നു. ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചേ. എഴുതി വെക്കുമോ എന്നുള്ളത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാം. യെശയ്യാപ്രവചനം 65 വായിച്ചേ. ഞാൻ പറയുന്ന വാക്യം 2 വാക്യം വായിച്ചാൽ മതി. യെശയ്യാപ്രവചനം 65-ന്റെ 2-ാം വാക്യം നോക്കി. ആദ്യം, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു. മതി. അപ്പൊ ഒരു കാര്യം വ്യക്തം, അനുസരിക്കാത്തവരാണ് അവര്. അതിന്റെ 6-ാം വാക്യം ഇനി ഒന്ന് വായിച്ചേ. വേഴ്സ് 6. അതുകൊണ്ട് അത് എന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കയില്ല. ദൈവം പറയുന്ന നോക്കുക, ദുഷ്ടനോട് പറയുകയാണ്, അത് എന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ ബിഫോർ മീ ആൻഡ് ഐ വിൽ റീപേ. ഞാൻ തിരിച്ചു കൊടുക്കും. ബ്രദേഴ്സ്, ദൈവവചനമായത്. ഇത് വായിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പുസ്തകങ്ങളുടെ ഒരു സ്റ്റോർ തന്നെയുണ്ട് ദൈവത്തിന്റെ മുന്നിൽ. ഡ്യൂട്രോണമി ചാപ്റ്റർ 32, ആവർത്തനം 32 ഒന്നെടുത്ത്, അതിന്റെ 33-34 ഒന്നെടുത്ത്. ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സസ് 33 and 34. അവരുടെ മുന്തിരിവള്ളി സോദം വള്ളിയിലും ഗൊമോറ നിലങ്ങളിൽ നിന്നുമുള്ളത്. അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കുല കയ്പുമാകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിന് വിഷവും മൂർഖന്റെ കാളക്കൂടവും ആകുന്നു. ഇത് എന്റെ അടുക്കൽ സംഗ്രഹിച്ചും എൻ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്ന. ദുഷ്ടന്മാരുടെ ദുഷ്ടതയുടെ വിശദീകരണമാണ് ആദ്യം വായിച്ചത്. അതെന്റെ അടുക്കൽ സംഗ്രഹിച്ച് മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഐ വിൽ റീപേ ഇറ്റ്. മറക്കല്ലേ, എന്നെ കേൾക്കുന്നവർ മറക്കരുത്. നീ മാനസാന്തരപ്പെടാത്തൊരു പാപിയാണെങ്കിൽ നീ ചെയ്യുന്ന ഓരോ പാപങ്ങളും അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകങ്ങൾ തുറക്കും. നീ ഒരു കാര്യം മറക്കരുത്, ന്യായവിധിയിൽ ഗ്രേഡ്സ് ഉണ്ട്, നരകത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാവരെയും ജീവപുസ്തകത്തിൽ പേരില്ല എന്ന കാരണത്താൽ, നീ രക്ഷിക്കപ്പെട്ടില്ല എന്ന കാരണത്താൽ, യേശുക്രിസ്തുവിനോട് നിനക്ക് ബന്ധമില്ലായിരുന്നു എന്ന കാരണത്താൽ നീ നരകത്തിൽ പോകും. ധാർമ്മിക ജീവിതം നയിച്ചവനും അതുപോലെ പാപിയും ദുഷ്ടനായി ജീവിച്ചവനും ഒക്കെ പോകും. പക്ഷേ നരകത്തിൽ ശിക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു നോക്കി, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവരുടെ പ്രവൃത്തികൾക്ക് തന്നെ ആവും. ഞാനിതൊന്നും മനസ്സിലാക്കാൻ തിരുവചനം പരിശോധിച്ചു. ഞാൻ പറയുന്ന വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊന്ന് എടുത്താട്ടെ. 10-ാം അധ്യായം 14-15 വാക്യം. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 14 and 15. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാതാവും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ വാക്യം?
എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സോദോം ഗോമോറ അധാർമികത്വത്തിന്റെ ക്ലൈമാക്സിൽ ചെന്ന് അവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ദഹിപ്പിച്ചു. ഇനിയും അന്ത്യന്യായവിധിയിൽ സോദോം ഗോമോറയിലുള്ളവർ എഴുന്നേറ്റ് വരും, അവർക്ക് ന്യായവിധിയുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ വാക്യം ആര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാ. സുവിശേഷം തിരസ്കരിച്ചവരുണ്ടല്ലോ, സുവിശേഷം തിരസ്കരിച്ചവർ, അവരുടെ ന്യായവിധിയെ കുറിച്ച് എന്താ കർത്താവ് പറയുന്നത്? ന്യായവിധി നടത്തുമ്പോൾ സോദോമ്യരുടെയും ഗോമോറയുടെയും പട്ടണത്തിലുള്ളവർക്കുണ്ടല്ലോ നിങ്ങളെക്കാട്ടിൽ അധികം സഹിക്കാൻ കഴിയും. The terrible judgment will come to the people who reject the gospel. സുവിശേഷം തിരസ്കരിക്കുന്നവർക്കാണ് ഏറ്റവും കഠിനമേറിയ ശിക്ഷ വരുന്നത്. സോദോം ഗോമോറയുള്ളവരെ കാട്ടിൽ ഭയങ്കരമായ ശിക്ഷ വരും. വേറെ ഒരു ഭാഗം എടുത്ത സിസ്റ്ററെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം, ഇതും കർത്താവ് പറഞ്ഞതാണ്. 4 പട്ടണങ്ങളെ കർത്താവ് പ്രസന്റ് ചെയ്തു. മാത്യു 11:20-24 നമ്മളൊന്ന് ശാന്തമായി ഒന്ന് വായിച്ചു നോക്കാം. കൊരീസയും പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ഇരട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോറിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. നോക്കുക, സോറും സീദോനും ജാതീയ പട്ടണങ്ങളാണ്, ജാതീയ സ്ഥലമാണ്. ലെബനോന്റെ തീരത്തുള്ള 2 പട്ടണമാണ് സോറും സീദോനും. കൊരീസയും ബത്സയിദയും ഇസ്രയേലിന്റെ സ്ഥലമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കൊരീസിലും ബത്സയിലും കർത്താവ് ഒരുപാട് അത്ഭുതം നടത്തി. അവർ മാനസാന്തരപ്പെട്ടില്ല. കർത്താവ് പറയുകയാണ്, ഈ അത്ഭുതം ഞാൻ സോറിലും സീദോനും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ വെണ്ണീരിലും രട്ടിലും ഇരിക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാട്ടിൽ അധികം സോറിനും സീദോനും സഹിക്കാൻ കഴിയും. കർത്താവിന്റെ വാക്കുകളാണ്. കൊരീസയും ബത്സയിദയും ന്യായവിധിയിൽ പോകും, സോറും സീദോനും ന്യായവിധിയിൽ പോകും. പക്ഷേ ന്യായവിധിയിൽ നോക്കുക, കൂടുതൽ വെളിച്ചം കിട്ടിയ പട്ടണത്തിന് കൂടുതൽ ന്യായവിധിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, കൂടുതൽ വെളിച്ചം കിട്ടിയവർക്ക് കൂടുതൽ ന്യായവിധി. കേരളത്തിലുള്ളവരുടെ സ്ഥിതി എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? ആരോ പറഞ്ഞു കുമ്മനാട്ടുള്ളവർക്കായിരിക്കും കൂടുതൽ ശിക്ഷയെന്ന്. കാരണം അവിടെ ഓരോ കരിയിലേയുടെ അടിയിലും സുവിശേഷം ഉണ്ടെന്നാ പറഞ്ഞു. അത്രേ സുവിശേഷം കേട്ടിട്ടും അവരുടെ പിള്ളേരൊക്കെ മാനസാന്തരപ്പെടാതെ പോയാൽ എങ്ങനെയിരിക്കും? ഞാനല്ല പറയുന്നത്, ദൈവജനമാണ്. അതിന്റെ കാഠിന്യമേറി വരും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, there is going to be a grade of judgment in hell. ഞാൻ നരകമെന്ന വിഷയമാണ് നാളെ എടുക്കുന്നത്. 2 ക്ലാസ്സിൽ നരകത്തെ കുറിച്ച് എടുക്കണം, പക്ഷേ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ എടുത്തു നിർത്തും. അപ്പോൾ നിങ്ങൾക്കറിയാം വാട്ട് എ ടെറബിൾ പ്ലേസ്. മാത്രമല്ല അവിടെ വ്യത്യസ്തമായ ശിക്ഷയുണ്ട്. നമ്മള് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ ചില നരകത്തിൽ കിടക്കുന്ന ചിലർക്ക് ദണ്ഡനമുണ്ട്. അറിയാം, ദണ്ഡനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് കാണാം, ഈ സാത്താൻ വന്നൊരു കുത്തൂടെ തരും. തീക്കകത്ത് കിടക്കുക മാത്രമല്ല, ഇടയ്ക്ക് ദണ്ഡനം കൂടെ കിട്ടും. ദണ്ഡനം ഭയാനകം. അവിടെ തീയുണ്ട്, അവിടെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പുഴുക്കളുണ്ട്, ഗന്ധകം കത്തുന്നുണ്ട്, പുകയുണ്ട്, ഇരുട്ടുണ്ട്, അവിടെ കരച്ചിലുണ്ട്, പല്ലുകടിയുണ്ട്, ദാഹമുണ്ട്. ഇത് കൂടാതെ ഇടയ്ക്ക് ദണ്ഡനമുണ്ട്. ഭയങ്കരമാണ്. അവിടെ വീഴുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല. ഞാന് ശ്രദ്ധിച്ചു നോക്കി, ഈ ന്യായവിധി ദിവസത്തിൽ കർത്താവ് എന്തൊക്കെ കണക്ക് തീർക്കും എനിക്ക് പറയാനൂടെ പേടിയാണ്. നമ്മുടെ സമയം തീരുകയാ. ഓടിച്ച് ഞാൻ പറയട്ടെ, മത്തായിയുടെ സുവിശേഷം 12:36-37 വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏത്
നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കും. എന്റെ സഹോദരന്മാരെ അതെന്തോ പരിപാടിയാ ആലോചിച്ചേ. മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കുമെന്ന്. എന്താ കാരണമെന്നറിയാവോ? ഞാനിത് ശ്രദ്ധിച്ചു നോക്കി. സദൃശവാക്യം 18:21 നിങ്ങൾ എടുക്കുമ്പോൾ സദൃശവാക്യം 18:21 പറയുന്നത് എന്താണെന്നറിയാമോ? ജീവന്റെയും മരണത്തിന്റെയും അധികാരം നാവിന്റെ കീഴിലുണ്ട്. ഡെത്ത് ആൻഡ് ലൈഫ് ഈസ് അണ്ടർ ദ പവർ ഓഫ് യുവർ ടങ്. നീ പറയുന്ന വാക്കുകൾക്കകത്ത് ജീവനുമുണ്ട്, മരണമുണ്ട്. ഒരുത്തൻ പറയുന്നത് കേട്ടു, ഐ ക്യാൻ കിൽ വിത്ത് മൈ ടങ്. എനിക്ക് വേറെ ഒരുത്തനെ എന്നെ നാക്കുകൊണ്ട് കൊല്ലാൻ കഴിയും. യെസ്, വചനം അത് പറയുന്നുണ്ട്. നാവിന്റെ കീഴിൽ മരണത്തിന്റെയും ജീവന്റെയും അധികാരമുണ്ട്. ഒരിക്കൽ നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കും. 2, മനുഷ്യന്റെ പ്രവൃത്തികളെ ന്യായം വിധിക്കും. നമ്മളത് കണ്ടു. 3, മനുഷ്യന്റെ ചിന്തകളെ ന്യായം വിധിക്കും. 1 കൊരിന്ത്യർ 4:5 സമയത്തിന് മുമ്പ് നിങ്ങൾ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഞാനിങ്ങനെ ചിന്തിച്ചു. തിരുവചനത്തിൽ പരിശോധിച്ചാൽ സദൃശവാക്യം 23:7, Proverbs 23:7 അവിടെ എന്താ വായിക്കുന്നത്? For a man as a man thinketh in his heart, so you see, you are what you are inside. നീ എന്താ ചിന്തിക്കുന്ന അതാണ് നിന്റെ വ്യക്തിത്വം. ദൈവം ചിന്തകളെ വെളിപ്പെടുത്തും. ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രഹസ്യങ്ങളെ ന്യായം വിധിക്കും എന്റെ സുവിശേഷം മൂലം. റോമർ 2 സഭാപ്രസംഗി 12:14 ദൈവം നല്ലതും തീയതുമായ പ്രവൃത്തിയും സകല രഹസ്യങ്ങളും. എന്തിനാ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നത്? നാട്ടിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പലരും, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ അനേകർ ആത്മഹത്യ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഞാന് നടന്ന ഒരു സംഭവം വായിച്ചു. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം. ഭർത്താവ് വളരെ മദ്യപാനിയും വളരെ ഉപദ്രവിയുമാണ്. ആ ഭാര്യയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവര് തീരുമാനിച്ചു ഈ ഭർത്താവിനെ കൊന്നുകളയണം. വിദേശത്ത് നടന്ന കാര്യമാണ്. ഭാര്യ ഒരു ദിവസം, ഈ ഭർത്താവ് നന്നായി മദ്യപിച്ചു വന്നു. അദ്ദേഹം മയങ്ങിയതുപോലെ കിടക്കുകയാണ് മദ്യപിച്ച്. ഒരു നീളമുള്ള ആണിയെടുത്ത് ഈ നെറ്റിയുടെ നേരെ ഉച്ചിക്ക് നോക്കി അടിച്ചം കയറ്റി. അയാൾ അവിടെ കിടന്ന് മരിച്ചുപോയി. അവരെന്നിട്ട് അതൊക്കെ തൂത്ത് വൃത്തിയാക്കി ആണിയകത്തിരിക്കുക, തലമുടിയൊക്കെ ചീകി വെച്ചിട്ട് കിടന്ന് കരഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചുപോയി. അവസാനം ഫ്യൂണറൽ ഹോമിൽ കൊണ്ടുപോയി അയാളെ അടക്കി. അനേക വർഷങ്ങൾ കഴിഞ്ഞു. ഈ സ്ത്രീ പ്രായമായി. ഒരു ദിവസം അവരുടെ വീടിന്റെ വാതിൽ ഒരു കൊട്ട് കേൾക്കാം. പോലീസുകാരാ. അവരുടെ കയ്യിൽ ഒരു തലയോട്ടിയുണ്ട്. ആ തലയോട്ടിക്കകത്ത് ഒരു ആണി തൂങ്ങിക്കിടപ്പുണ്ട്. അവരന്വേഷിച്ചു ഇത് ആരുടേതാണ്. അങ്ങനെയായി വീട് കണ്ടുപിടിച്ച് വന്നിരിക്കുക. പള്ളിയിലെ ശവപ്പറമ്പിന്റെ ഒരു ഭാഗം കുഴിച്ചു മാറ്റി കുഴിച്ചിടാൻ ശ്രമിച്ചപ്പോൾ ഒരു തലയോട്ടിക്കകത്ത് ഒരു ആണിയിരിക്കുന്നു. പോലീസ് വന്നതാണ്. ഞാൻ വായിച്ചതാണ് പിന്നീട് അതിന്റെ രസകരമായ കാര്യം. ആ സ്ത്രീ ഈ തലയോട്ടിക്കകത്ത് ഈ ആണിയുമായിട്ട് പോലീസ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഓ അറ്റ് ലാസ്റ്റ് ഐ ആം ഫൗണ്ട്, എന്നെ അവസാനം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു മയങ്ങി താഴെ. മനുഷ്യരുടെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തും. ആര് രക്ഷപ്പെടും? ആര് നിൽക്കും? ഞാനിവിടെ നിർത്തട്ടെ. ഇത് തുടരും. നരകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ, ഇവരെ ന്യായവിധിച്ചിടുന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവം വളരെ വെളിപ്പാട് തന്നു. അന്ത്യ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, ഒരിക്കൽ മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. പാപിയുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടും? ആരവിടെ നിൽക്കും? മാത്രമല്ല അവർ പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുക.
ആ പുനരുദ്ധാനം പ്രാപിച്ച ശരീരം ഇവിടെ വായിക്കുന്നുണ്ട്. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും. അതിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രം എന്ന വാക്കിൽ എല്ലാ ജലാശയങ്ങളെയും കാണിക്കും. നോഹയുടെ കാലത്തുള്ളവരും എല്ലാ ജലാശയങ്ങളിലും മരിച്ചവരെന്ന് മാത്രമല്ല, മരണവും പാതാളവും, മരണം ശരീരത്തെയും പാതാളം ആത്മാവിനെയും കാണിക്കുന്നു. മരണം അല്ലെങ്കിൽ കല്ലറകളെ ശരീരത്തെ ഏൽപ്പിച്ചപ്പോൾ പാതാളം ആത്മാക്കളെ ഏൽപ്പിച്ചു, അവർ പുനരുദ്ധാനം പ്രാപിച്ചു. ആ പുനരുദ്ധാന ശരീരം തീ കൊണ്ട് ദഹിപ്പിക്കാൻ നിവൃത്തിയില്ല. കഥ പറഞ്ഞില്ലേ, അവരെ തീ കൊണ്ട് ഉപ്പിടും. They will not be annihilated in fire. മനുഷ്യന് തീ കൊണ്ട് ദഹിപ്പിക്കാൻ കഴിയാത്തൊരു സാധനം കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യന് അതിന് കൊടുത്ത പേരെന്നാന്നറിയാമോ? ആസ്ബസ്റ്റോസ്. തീ കൊണ്ട് ദഹിപ്പിക്കാത്തൊരു സാധനം. മനുഷ്യന്റെ പുനരുദ്ധാന ശേഷം അവൻ മഹുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിലും, ഈ പാപിയായിട്ട് മഹുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിലും, അവന്റെ ശരീരത്തിനെ നശിപ്പിച്ചു കളയാൻ കഴിയില്ല തീക്ക്. ബിക്കോസ് അവൻ പുനരുത്ഥാന ശരീരത്തിലാണ്. ഒരിക്കലും കെടാത്ത തീ. ഞാൻ ആ ഭാഗത്തിലേക്ക് പിന്നീട് നിത്യശിക്ഷാവധി. ഈ ശിക്ഷ എന്നേക്കുമുള്ള ശിക്ഷയാണ്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, രണ്ടൊരു ചത്തും വേറെറ്റും പോയി, രണ്ടൊരു ചത്തു, ട്വൈസ് ഡെഡ്. ആത്മിക മരണം സംഭവിച്ചു, നിത്യമരണം സംഭവിച്ചു. മത്തായി 25:41 കർത്താവ് പറഞ്ഞു, നിത്യാഗ്നിയിലേക്ക് പോകും. നിത്യാഗ്നി. 46-ാം വാക്യം മത്തായി 25 നിത്യദണ്ഡനത്തിലേക്ക് പോകും. തീർന്നില്ല. 2 തെസ്സലോനിക്കർ 1:9 നിത്യനാശമെന്ന ശിക്ഷാവധി. യൂദ 7 നിത്യാഗ്നിയുടെ ശിക്ഷാവധി. യൂദ 12:13 സദാകാലത്തേക്കും അന്ധതമസ്. ഡാർക്ക്നെസ് ഫോർ എവർ ആൻഡ് എവർ. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞോട്ടെ. ഡാർക്ക്നെസ് ഫോർ എവർ ആൻഡ് എവർ. അസിറിയൻ എംപയർസ് ക്രൂരന്മാരായിരുന്നു. അവരൊരു സ്ഥലം പിടിച്ചെടുത്തു. ചെയ്ത കാര്യമാണ്. അവരൊരു സ്ഥലം പിടിച്ചെടുത്തു. ആ സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കണ്ണുകൾ മുഴുവൻ പിഴുതെടുത്തു. ചരിത്രം പറയുന്നത് 3 കണ്ണിന്റെ കൂന ഉണ്ടാക്കിയത്. ഞാനിങ്ങനെ മനസ്സിലാക്കി, കുഞ്ഞുങ്ങൾ കരയുകയാണ് അമ്മമാരെ കാണാൻ. അപ്പന്മാരും അമ്മമാരും കരയുകയാണ് കുഞ്ഞുങ്ങളെ കാണാൻ. എല്ലാവരുടെയും കണ്ണിൽ ഇരുട്ട. ഞാനതൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്കത് ഓർക്കാൻ ബുദ്ധിമുട്ടായി. പക്ഷെ അവിടെ ആശ്വസിക്കാൻ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവര് മരിക്കുമ്പോൾ ഇതങ്ങ് തീരുമല്ലോ. എന്നാൽ യൂദായുടെ ലേഖനത്തിൽ എന്താ വായിച്ചത്? യൂദായുടെ ലേഖനം 12-13 വാക്യത്തിൽ സദാകാലത്തും അന്ധതമസ്, ഡാർക്ക്നെസ് ഫോർ എവർ ആൻഡ് എവർ. നിന്റെ ഇരുട്ട് ഒരിക്കലും വെളിച്ചമായി തീരത്തില്ല. ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് പുറത്തുള്ള ഇരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. വെളിച്ചം വേണ്ട, ഞാനാണ് ജീവന്റെ വെളിച്ചം എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ വന്ന യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചാൽ നിന്റെ ന്യായവിധി ഭയങ്കരമായിരിക്കും. നമുക്ക് ലഭിച്ച രക്ഷയെത്ര മഹത്വം. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.